വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിതയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ആത്മനിറവിൽ രചിക്കപ്പെട്ട വചനം ആത്മനിറവിൽ ഘോഷിപ്പാൻ ബലഹീന നടിയനെ സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതലായി അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ കേൾക്കുന്ന വചനം മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മാത്രം സാലത്തിലും മഹത്വപ്പെടുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, എക്സോഡസ് ചാപ്റ്റർ 4 വേഴ്സ് 2. അപ്പോൾ യഹോവ അവനോട്, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ മറുപടി പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ അതിനുള്ള കഴിവുകളോ സാഹചര്യങ്ങളോ സാമർഥ്യമോ ഒന്നുമില്ല എന്ന് കരുതി പ്രവർത്തിക്കുവാൻ കഴിയാത്തവരായി പലപ്പോഴും നാം തീരാറുണ്ട്. നമുക്ക് ഒരുപക്ഷെ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ അറിവോ സംസാരിക്കുവാനുള്ള ജ്ഞാനമോ മറ്റുള്ളവരെ പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള കഴിവുകളോ നമുക്കുണ്ടാകുകയില്ല. അതുകൊണ്ട് എന്തെനിക്ക് ചെയ്യുവാൻ കഴിയും, എനിക്ക് ഇത് സാധ്യമല്ല എന്നൊക്കെയും കരുതുന്നവരാണ് നമ്മിൽ അനേകർ. എന്നാൽ തിരുവചനം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ പുതിയ നിയമം വരെയും ദൈവം എടുത്തുപയോഗിക്കുന്ന വ്യക്തികൾ സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ യോഗ്യതകളോ അവരുടെ സാമർഥ്യമോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമല്ല കർത്താവിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനും അപ്രകാരം അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനും അവർക്ക് കഴിഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഇവിടെ നാം ഒരു മനുഷ്യനെ കാണുന്നു. അത് മറ്റാരുമല്ല, മോശയുടെ ജീവിതം നമുക്കറിയാം. ഫറവോ ഇസ്രായേൽ മക്കൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആൺകുഞ്ഞുങ്ങളെയൊക്കെയും കൊല്ലുന്ന ഒരു സാഹചര്യത്തിൽ ആണ് മോശ ജനിക്കുന്നത്. മോശയുടെ ജീവൻ അപായമാകുന്നു എന്ന് കരുതി അവനെ ഒരു തൊട്ടിൽ വെള്ളത്തിൽ അവന് മരിച്ചു പോകും. എന്നാൽ അപ്രകാരം അവനെ ആക്കുന്ന സാഹചര്യമൊക്കെ നാം തിരുവചനത്തിൽ വായിക്കുകയാണ്. തുടർന്ന് അവനെ രാജകൊട്ടാരത്തിൽ, ഫറവോയുടെ കൊട്ടാരത്തിൽ അവനെ വളർത്തുന്നതായിട്ടും നാം കാണുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ 1/3 40 വർഷക്കാലം ഫറവോയുടെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ അവൻ വളരുകയാണ്. രാജകുമാരൻ എന്ന് പറയുമ്പോൾ അടുത്ത രാജാവാകുവാൻ തക്കോണമുള്ള എല്ലാ അഭ്യസനവും ലഭിക്കുന്ന വ്യക്തിയാണ് രാജകുമാരന്മാർ, പ്രത്യേകിച്ച് അവരുടെ ചെറുപ്രായത്തിൽ. അത് വിദ്യാഭ്യാസം കൊണ്ടും അത് വിദ്യ കൊണ്ടും യുദ്ധത്തിൻ്റേതാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും ഒക്കെയും അവർക്ക് ഏറ്റവും മെച്ചമായത് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെ വളർത്തുന്നത്. അങ്ങനെ ഒരു രാജകുമാരനെ പോലെ ആ കാലത്ത് ആ രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും അധികം കാര്യങ്ങൾ ലഭിച്ച ഒരു വ്യക്തിയായിട്ട് മോശ വളർന്നു വരുന്നതായിട്ട് നാം കാണുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ 40-ാമത്തെ വയസ്സിൽ ആ രാജകൊട്ടാരം ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് അവന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തിരുവചനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഒരു എബ്രായൻ അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ പുരുഷനെ, യൗവനക്കാരനെ മിസ്രൈമ്യനായ ഒരു വ്യക്തി ഉപദ്രവിക്കുന്നത് കണ്ട് അവനെ കൊല്ലുന്നതായിട്ട് നാം കാണുകയാണ്. മിസ്രൈമിനെ കൊന്നു കഴിയുമ്പോൾ മോശയ്ക്ക് ഭയമായി. ഫറവോ ഈ വിവരം അറിഞ്ഞ് അവൻ്റെ ജീവൻ അപായത്തിലാകുമെന്ന് അവൻ പേടിച്ച് മോശ
ആ രാജ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. തുടർന്നുള്ള 40 വർഷക്കാലം മരുഭൂമിയിൽ ഏകാന്തതയിൽ പ്രതീക്ഷകളൊക്കെയും നഷ്ടപ്പെട്ട് അവൻ്റെ ഭാവി ഒരു രീതിയിലും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒരു ജീവിതം, ഏറ്റവും ആയുസിൻ്റെ 120 വർഷത്തിൽ മധ്യേ ഉണ്ടാകുന്ന 40 വർഷം, 40 മുതൽ 80 വരെയുള്ള വർഷം മോശ മിദ്യാനി മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുന്നവനായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 80-ാം വയസ്സിൽ ദൈവം അവനെ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യമാണ് 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ യഹോവ അവനോട്, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ മോശ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, ദൈവമുണ്ടോ? കാരണം ജീവൻ അപായമാകുന്നൊരു സാഹചര്യത്തിൽ നിന്നും ഫറവോയുടെ കൊട്ടാരത്തിലെത്തി അവിടെ വലിയ പ്രതീക്ഷയോടുകൂടി വളർന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം ചാർച്ചക്കാരുടെ കൂടെ പോലുമല്ല അവൻ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സകല പ്രതീക്ഷകളും തന്നിൽ ഉണ്ടായിരുന്ന സകല കോൺഫിഡൻസും നഷ്ടപ്പെട്ട മോശയ്ക്ക് മുമ്പിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം മുതൽ നാം വായിക്കുമ്പോൾ യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ നിശ്ചയമായും കണ്ടിരിക്കുന്നു. ദുഷ്ടന്മാരായ മേലധികാരികൾ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അതുകൊണ്ട് അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ പീഡിപ്പിക്കുന്ന വിധങ്ങളും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ വരിക, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കലേക്ക് അയക്കും. ഒരു വലിയ ദൗത്യം ദൈവം മോശയെ അറിയുകയാണ്. ഫറവോയുടെ അടിമത്തത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത, 430 വർഷക്കാലത്തെ അടിമത്തത്തിലായിരിക്കുന്നവരെ അവിടെ നിന്ന് വിടുവിച്ച്, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് അവരെ നയിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം മോശയ്ക്ക് ദൈവം നൽകുകയാണ്. എന്ന് പറയുമ്പോൾ അതൊന്നും രണ്ടുമല്ല, 600,000 വരുന്ന പുരുഷന്മാർ, ഏതാണ്ട് 20 ലക്ഷം വരുന്ന ജനങ്ങൾ, അവരെ വേണം ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച്, ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ഈ കനാൻ ദേശത്തിലേക്ക് നയിക്കുവാൻ. അങ്ങനെ ഒരു വലിയ ദൗത്യം മോശയെ ദൈവം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ മോശയുടെ പ്രതികരണം എന്താണ്? എന്നാൽ മോശ ദൈവത്തോട്, ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുവാനും ഞാൻ എന്തുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നാമത് ഫറവോയുടെ അടുത്ത് പോകുവാൻ തന്നെ ഭയമാണ്. ഫറവോ അന്നത്തെ ആ കാലയളവിലുള്ള ഏറ്റവും പ്രശസ്തനും ശക്തനുമായ രാജാവാണ്. അവൻ്റെ അടുത്ത് പോകുവാൻ തന്നെ ഭയമാണ്. തൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അവൻ അറിയുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടും. മാത്രമല്ല, ഈ വരുന്ന 600,000 അല്ലെങ്കിൽ ഏതാണ്ട് 20 ലക്ഷം വരുന്ന ജനത്തെ കൊണ്ടുപോവുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. അതിന് യാതൊരു യോഗ്യതയും എനിക്കില്ല, ഞാൻ ആരുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, അതിനവൻ, തീർച്ചയായും ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും. ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു എന്നതിന് അത് അടയാളമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അതിന് മറുപടി നൽകുമ്പോൾ വീണ്ടും മോശ പറയുകയാണ് 13-ാം വാക്യത്തിൽ, മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്ത് എന്നവർ ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം? അപ്പോൾ 1 ഫറവോയെ നേരിടണം, 2 ഈ ജനത്തെ നേരിടണം. കാരണം ഈ ജനവുമായിട്ട് മോശയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിലാണ്. എന്നാൽ മോശ കഴിഞ്ഞ 40 വർഷക്കാലം അവൻ മരുഭൂമിയിലാണ്.
മിഥാനി മരുഭൂമിയിലാണ്. അങ്ങനെ ഒരു ബന്ധമില്ല, ഇവൻ ആരാണ് എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ദൈവം ആരാണെന്ന ചോദ്യം അവരിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് പറഞ്ഞു. ദൈവം പിന്നെയും മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. എൻ്റെ നിത്യമായ നാമം ഇതാകുന്നു, സകല തലമുറകളും എന്നെ സ്മരിക്കേണ്ടതിനും ഈ നാമത്തിൽ ആകുന്നു. നീ പോയി ഇസ്രായേലിലെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി അവരോട്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവും അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി പ്രകാരം അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും മിസ്രയീമെ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് കാണുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ മോശയെ ആ ദൗത്യം ദൈവം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ മോശയ്ക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, അവനത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവന് അപ്രകാരം യാതൊരു യോഗ്യതയുമില്ല എന്ന് പറയുമ്പോൾ ദൈവം മോശയോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. മോശയുടെ കയ്യിൽ ഒരു വടി മാത്രം ഉണ്ട്. നമുക്കറിയാം, ഒരു വടി എന്ന് പറയുമ്പോൾ മിഥാനി മരുഭൂമിയിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടിടയൻ്റെ വടിയാണ് മോശയുടെ കയ്യിലുള്ളത്. ഈ വടിക്ക് നാം നോക്കുമ്പോൾ ഒരു സാധാരണ വടിയാകാം, പക്ഷേ മോശയെ സംബന്ധിച്ചോളം ഈ വടി ഒരു വലിയ പ്രാധാന്യമർഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആയുധമാണ്. വടി സാധാരണ ഇടയന്മാർ ഉപയോഗിക്കുന്നത് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ആട്ടിൻകൂട്ടമായി അവർ മേച്ചിൽപ്പുറത്തൂടെ പോകുമ്പോൾ ചില ആടുകൾ കൂട്ടം തെറ്റി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ഈ വടി വെച്ചാണ് ഈ കൂട്ടത്തിലേക്ക് ചേർക്കുന്നത്. രണ്ടാമത്, ചില വന്യമൃഗങ്ങൾ, ഒരുപക്ഷെ കുറുക്കന്മാരോ അല്ലെങ്കിൽ ചെന്നായ്ക്കളോ ഒക്കെ വരുമ്പോൾ ഈ വടി ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്, ഒരു ദിവസത്തെ ഈ അലച്ചിലിന് ശേഷം ആടുകൾക്ക് ഭക്ഷണമൊക്കെയും കൊടുത്തതിന് ശേഷം വൈകുന്നേരം ആലയിലേക്ക് ആടുകളെ കൂട്ടിവരുത്തുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ ഇടയൻ സാധാരണ ആ ആടിൻ്റെ വലിപ്പമനുസരിച്ച് വടി ഒന്ന് കുറുകെ പിടിക്കും. അപ്പോൾ ആടിന് കുനിഞ്ഞു വേണം ഈ ആലയിലേക്ക് കയറുവാൻ, വടിയുടെ താഴെ കൂടെ വേണം കയറാൻ. അങ്ങനെ കുനിഞ്ഞു പോകുമ്പോൾ ഈ ആടിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ചതവോ ഒടിവോ മുറിവോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയൻ്റെ കണ്ണിൽ പെടുവാനുള്ള മുഖാന്തരമായി തീരും. അങ്ങനെ ഈ വടിക്ക് വലിയ പ്രാധാന്യം ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതോടൊപ്പം തന്നെ വടി എന്ന് പറയുമ്പോൾ ഓരോ ഇടയനും ആ വടിക്ക് വ്യത്യസ്തമായ അളവാണുള്ളത്. കാരണം ഈ വടി ഉപയോഗിച്ചാണ് ഈ ഇടയൻ ഒരുപക്ഷെ കുന്നുകൾ കയറുമ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട്, ഒരു താങ്ങായിട്ട് വടി ഉപയോഗിക്കുന്നത്. അപ്പോൾ വടിക്കധികം നീളോ കൂടുതലോ നീളക്കുറവോ ആണെങ്കിൽ അത് സാധ്യമാകില്ല. അപ്പോൾ ആ ഇടയൻ്റെ ഹൈറ്റ് അനുസരിച്ച്, അദ്ദേഹത്തിന് ഇണങ്ങുന്നതനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു വടിയായിരിക്കും ആ ഇടയൻ്റെ കയ്യിൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വലിയ ഭാരമുള്ള വടിയോ ഭാരം കുറഞ്ഞ വടിയോ അതൊന്നടിച്ചാൽ ഒടിയുന്ന വടിയോ ആയിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്ത ഒരു വടി, ആ വടി ഇടയനെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഇടയൻ ആടുകളെയൊക്കെയും ആലയിലേക്ക് കയറ്റിയ ശേഷം താൻ വിശ്രമിക്കാൻ പോകുന്നതിന് മുമ്പ് വടി വളരെ സുരക്ഷിതമായൊരു സ്ഥലത്ത് വയ്ക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതവിടെ നിന്ന് അദ്ദേഹം എടുക്കും. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ഒരു വടിയാണ് മോശയുടെ കയ്യിലിരിക്കുന്നത്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മോശ പറയുകയാണ്, ഒരു വടി. അപ്പോൾ ദൈവം അവനോട് പറയുന്നു, അത് നിലത്തിടുക എന്നവൻ കൽപ്പിച്ചു. അവനത് നിലത്തിട്ടു, അതൊരു പാമ്പായി തീർന്നു. മോശ അതിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. മോശയുടെ കയ്യിലിരുന്ന വടി അവൻ താഴെയിടുകയാണ്. താഴെയിടുമ്പോൾ അതൊരു പാമ്പായിട്ട് മാറുകയാണ്. അങ്ങനെ ആ പാമ്പിനെ കൊണ്ട് മോശ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് നാം ഇവിടെ വായിക്കുകയാണ്. തുടർന്ന് ദൈവം പറയുകയാണ്, യഹോവ അവനോട്, നിൻ്റെ കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അവൻ്റെ കയ്യിൽ അത് വീണ്ടും വടിയായി തീർന്നു. അപ്പോൾ ഭയപ്പെട്ട് ഓടിയ മോശയോട് പറയുകയാണ് പാമ്പിൻ്റെ വാലിൽ പിടിക്കാൻ. അതും വളരെ അസാധ്യമായ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ് പാമ്പിൻ്റെ വാലിൽ പിടിക്കുക. എന്നാൽ
ഈ വടിയെ പാമ്പാക്കിയ ദൈവത്തിന് അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ബോധ്യം മോശയ്ക്കുണ്ടായതുകൊണ്ട് അദ്ദേഹം ആ പാമ്പിൻ്റെ വാലിൽ പിടിക്കുകയാണ്. അത് വടിയായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കണം. ഒന്ന്, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട്, ഒരുപക്ഷെ വിശ്വാസം പോലും നഷ്ടപ്പെട്ട് മുമ്പോട്ട് 40 വർഷക്കാലം കടന്നുപോയ മോശയെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. മോശയെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമെങ്കിൽ അവൻ്റെ ഭാഗമായിരിക്കുന്ന വടി മറ്റൊരു സംഭവം എടുത്താൽ ഒരുപക്ഷെ അവൻ അതിൽ സംശയിച്ചേക്കാം. എന്നാൽ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ അവൻ കൊണ്ടു നടന്ന ഈ വടി അവൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു അവയവം പോലെ തന്നെ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വടി പാമ്പായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു സംശയത്തിനും അവിടെ വകയില്ല. അങ്ങനെ മോശയെ ദൈവം വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. വടിയെ പാമ്പാക്കുവാനും പാമ്പിനെ വടിയാക്കുവാനും കഴിയുന്ന ഒരു ദൈവവുമായിട്ടാണ് അവൻ സംസാരിക്കുന്നത് എന്നുള്ളൊരു വലിയ ബോധ്യം അവനുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും തുടർന്ന് നാം നോക്കുമ്പോൾ തിരുവചനത്തിൽ മോശ പറയുകയാണ്, 4 അധ്യായത്തിൻ്റെ 13 വാക്യം, എന്നാൽ മോശ, അയ്യോ യഹോവേ, ദയവുണ്ടായി മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയ്ക്ക് നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹ്റോൻ നിൻ്റെ സഹോദരനല്ലയോ? അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണുവാൻ വരുന്നുണ്ട്. നിന്നെ കാണുമ്പോൾ അവൻ്റെ ഹൃദയം ആനന്ദിക്കും. അവൻ പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടി ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഉപദേശിച്ചു തരും. മോശ വീണ്ടും ഒഴിവൊഴികൾ പറയുകയാണ്. കാരണം അവൻ വിക്കനാണ്. അവൻ പറഞ്ഞാൽ അത് ക്ലിയറായിട്ട് മറ്റുള്ളവർക്ക് ശ്രവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഫറവോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വിക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫറവോ അത് ഉൾക്കൊള്ളുകയിൽ അംഗീകരിക്കുകയില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് പോയാലും ഇത് തന്നെ സംഭവിക്കാം. അങ്ങനെ ദൈവം അവന് തൻ്റെ സഹോദരനായ അഹ്റോനോടുകൂടെ അവനെ അയക്കുകയാണ്. ഇവൻ മോശ പറയുവാനുള്ള അഹ്റോൻ അത് ഫറവോയോടും ജനത്തോടുമൊക്കെയും പറയുവാൻ അവന് കൂട്ടാളിയായിട്ട് അഹ്റോനെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കണം കഴിയും. അങ്ങനെ അനേക ഒഴിവൊഴികൾ പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല, അതിനുള്ള യാതൊരു ക്വാളിഫിക്കേഷൻ യോഗ്യതയുമില്ല എന്നവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ദൈവത്തോട് ഇത് സംസാരിക്കുന്നത്. പക്ഷേ ദൈവം മോശയെ 40 വർഷക്കാലം ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തിയതും അഭ്യസിപ്പിച്ചതും മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് തിരിച്ചറിയുവാൻ അന്ന് മോശയ്ക്ക് കഴിയുന്നില്ല. കാരണം 600,000 വരുന്ന ഒരു ജനത്തെ അല്ലെങ്കിൽ 20 ലക്ഷം വരുന്ന ഒരു സമൂഹത്തെ നയിക്കുക എന്ന ഒരു വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി അവന് ലഭിക്കുവാൻ തക്കവണ്ണമായിരുന്നു ദൈവം 40 വർഷക്കാലം ഫറവോയുടെ കൊട്ടാരത്തിൽ അവനെ താമസിപ്പിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. തുടർന്നുള്ള 40 വർഷക്കാലം മോശയ്ക്ക് വ്യത്യസ്തമായ ഒരു ജീവിതം ദൈവം നൽകിയതിനും ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. കാരണം ആടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു വലിയ ജോലിയാണ്. ആടുകൾ എപ്പോഴും വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോകുന്ന ആടുകളെ ഉപദ്രവിച്ചാൽ അവർക്ക് മരണം വരെയും സംഭവിക്കാം. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ക്ഷമയോടെ അവരെ കരുതുവാൻ തക്കവണ്ണം ഒരു ഇടയന് കഴിയണം. അങ്ങനെ ഒരു ഇടയൻ്റെ ഒരു അവസ്ഥയിലേക്ക് ദൈവം 40 വർഷക്കാലം മോശയെ നയിക്കുമ്പോൾ ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ ആവശ്യമാകുന്ന ക്ഷമ മോശയ്ക്കുണ്ടാകുവാൻ തക്കവണ്ണം ആ 40 വർഷത്തെ മരുഭൂ യാത്ര അല്ലെങ്കിൽ ആ 40 വർഷത്തെ ഇടയൻ്റെ ജീവിതം അതിനായിട്ട് അദ്ദേഹത്തെ സജ്ജമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. തുടർന്ന് ദൈവം ഈ വടി കൊണ്ട് അനേക അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നാം നോക്കുമ്പോൾ 7 അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നാം കാണുകയാണ്, ഫറവോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ വടി വീണ്ടും പാമ്പായിട്ട് തീരുകയാണ്. 7:9 നാം വായിക്കുന്നു, ഫറവോ നിങ്ങളോട് ഒരു അത്ഭുതം കാണിക്കുവാൻ എന്ന് പറയുമ്പോൾ നീ അഹറോനോട് നിൻ്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം, അതൊരു പാമ്പായിത്തീരും. വീണ്ടും ഫറവോയുടെ സന്നിധിയിൽ ചെല്ലുമ്പോഴും ഈ വടി ഇട്ട് അത് പാമ്പായിത്തീരുന്നൊരു സാഹചര്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. തുടർന്ന് നാം മുമ്പോട്ട് പോകുമ്പോഴും ഈ വടി കൊണ്ട് ദൈവം അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ, അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ജനത്തെ വിട്ടയക്കുവാൻ അവന് മനസ്സില്ല. ഫറവോൻ രാവിലെ വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നീ അവൻ്റെ അടുക്കൽ ചെല്ലണം. അവനെ കാണുവാൻ നീ നദീതീരത്ത് നിൽക്കണം. പാമ്പായി തീർന്ന വടിയും കയ്യിലെടുത്തു കൊള്ളണം. നീ അവനോട് ഇപ്രകാരം പറയണം, മരുഭൂമിയിൽ എന്നെ ആരാധിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചു. നീയോ ഇതുവരെ അനുസരിച്ചില്ല. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും. ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിലടിക്കും, അത് രക്തമായി തീരും. അങ്ങനെ അവിടെ ആ നൈലിലെ നദിയുടെ വെള്ളം ഒക്കെയും രക്തമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അത് മോശയുടെ കയ്യിലിരുന്ന വടി കണ്ട് ആണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. കാരണം തുടർന്നും പല അത്ഭുതങ്ങൾ ഈ വടി മൂലം തവളയെ ഉണ്ടാകുന്ന 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം, പേനിൻ്റേതാകുന്ന പ്രളയം അല്ലെങ്കിൽ പേനിൻ്റേതാകുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെ അനേക അത്ഭുതങ്ങൾ ദൈവം ഈ വടിയിലൂടെ മോശയിലൂടെ ഫറവോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ, ഫറവോയുടെ സന്നിധിയിലേക്ക് മോശ കടന്നു ചെന്ന് ഇസ്രായേൽ ജനതയെ ആരാധിപ്പാൻ വിടണമെന്ന് കൽപ്പിക്കുമ്പോൾ ഫറവോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിൻ്റെ ദൈവം ആരാണ്? അന്ന് ഫറവോയൊക്കെയും ആരാധിച്ചിരുന്ന അനേക രാജാക്കന്മാർ ഉള്ള സാഹചര്യത്തിൽ ആ മോശയുടെ ദൈവം ആരാണെന്ന് തെളിയിക്കേണ്ടത് ദൈവത്തിൻ്റെ ചുമതലയാണ്. അത് മനസ്സിലാക്കുവാൻ, അത്ഭുതം കാണുവാൻ ഫറവോയ്ക്ക് ഈ മോശയിലുള്ള വടിയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ മോശ ചെയ്ത അത്ഭുതങ്ങൾ ഫറവോയുടെ മന്ത്രവാദികളൊക്കെയും ആഭിചാരന്മാരൊക്കെയും ചെയ്യുന്നതായിട്ട്, ആദ്യത്തെ ചില അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ 10 ബാധകളിൽ ചില ബാധകൾ, ആദ്യത്തെ ബാധകളൊക്കെയും മോശ ചെയ്തതുപോലെ തന്നെ ഫറവോൻ്റെ മന്ത്രവാദികൾക്കും ആഭിചാരന്മാർക്കും ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ, മുമ്പോട്ട് പോകുമ്പോൾ ചില അത്ഭുതങ്ങൾ അവർക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ജനത്തിൻ്റെ ദൈവം, മോശ പറഞ്ഞ ദൈവം ആരെന്ന് ഫറവോയ്ക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഈ വടിയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മോശയെ സംബന്ധിച്ചോളം ഒരു വടി, ഒരു കൊച്ചു വടി, അല്ലെങ്കിൽ ഇന്ന് ലോകപ്രകാരം നോക്കുമ്പോൾ ഒരായുധം എന്ന് പറയുവാൻ നമുക്ക് കഴിയാത്ത ഒരു വടിയാണ് സർവശക്തനാകുന്ന ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ കഴിവുകളോ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. പിന്നെയോ മോശയെപ്പോലൊരു സമർപ്പണ ജീവിതം. മോശ അവൻ്റെ കഴിവുകൾ ആശ്രയിച്ചുകൊണ്ട്, അവൻ്റെ കഴിവുകൾ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുമ്പോൾ, അവന് പല അയോഗ്യതകൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിട്ടും അവിടെ പ്രവർത്തിച്ച ഒരു ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, വ്യത്യസ്തമായ താലന്തുകളാണ് ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത് പലതരങ്ങളിലുള്ള താലന്തുകളാണ്, എല്ലാവർക്കും ഒരുപോലെയുള്ള താലന്തുകളല്ല. ചിലർക്ക് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകരെ നാം നോക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ലോകപ്രകാരം അനേക യോഗ്യതകളുണ്ടാകാം. പക്ഷേ യോഗ്യതകളുടെ മാനദണ്ഡമല്ല ദൈവിക പ്രവർത്തനത്തിന് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ സമ്പൂർണമായ ഒരു സമർപ്പണമാണ്. അതാണ് മോശയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. തുടർന്ന് ഈ ബാധകളൊക്കെയും അയച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു സമർപ്പണ ജീവിതം മോശയിൽ നിന്നുണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ 40 ദിവസം കടന്നു വന്ന് അവൻ ഉപവാസത്തോടു കൂടിയാണ് ആ തുറന്നുള്ള വലിയ ദൗത്യങ്ങൾ അവൻ ഏറ്റെടുക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദൈവത്തിൻ്റെ വചനം അവൻ ഏറ്റെടുക്കുന്നത് ആ ഒരു വലിയ ഒരുക്കത്തോടു കൂടിയാണ്. അങ്ങനെ പലപ്പോഴും നാം പല യോഗ്യതകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് പറയുവാൻ കഴിവില്ല, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് അറിവില്ല, മറ്റു വ്യക്തികളെ കാണുമ്പോൾ എനിക്ക് ലജ്ജയാണ്, അല്ലെങ്കിൽ എനിക്ക് അവരോട് സംസാരിക്കുവാനുള്ള ഭയമാണ് എന്നൊക്കെ നാം പറയുമ്പോൾ, നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും അറിയുന്ന ഒരു ദൈവത്തിനു വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുക. മോശയെപ്പോലെ നമ്മുടെ കരങ്ങളിലുള്ളത്
ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോഴാണ്, ഒരു സമ്പൂർണ്ണമായ സമർപ്പണം നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുന്നത്. മോശയെ എടുത്ത് ഉപയോഗിച്ച ദൈവം നമ്മയും ഉപയോഗിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നാം ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വേദനയുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ദൈവം ഒരുക്കുകയാണെന്നുള്ള ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ദൈവത്തിന് അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. നമ്മെ രൂപപ്പെടുത്തുവാൻ, നമ്മെ എളിമപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടൊരു ജീവിതം നയിപ്പാൻ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മോശ നോക്കുമ്പോൾ 40 വർഷം വളരെ സുഖമായി ഒരു രാജകുമാരനെ പോലെ അവൻ ജീവിച്ചെന്നാൽ പിന്നീടുള്ള 40 വർഷം അവൻ്റെ ജീവിതത്തിൽ ഏറെ വേദനാജനകമാകുന്ന, എളിമയുടേതാകുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോവുകയാണ്. പക്ഷേ അതിന് പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്ന മോശയെ ഏറ്റവും ക്ഷമാശീലനാക്കി തീർക്കുവാൻ ഒരു ആട്ടിടയൻ എന്ന ഒരു അവസ്ഥയിലേക്ക് അവനെ 40 വർഷക്കാലം ദൈവം അവനെ രൂപപ്പെടുത്തുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അതുകൊണ്ടാണ് പിന്നീടുള്ള 40 വർഷക്കാലം 80 മുതൽ 120 വർഷം വരെയും മോശ ഇസ്രായേൽ ജനതയെ എപ്പോഴും പിറുപിറുക്കുന്ന, പരാതിപ്പെടുന്ന, നന്മകൾ ലഭിക്കുമ്പോഴും അത് ഓർക്കാതെ ദൈവത്തോടും മോശയോടും പിറുപിറുക്കുന്ന ഒരു സമൂഹത്തെ നയിപ്പാൻ തക്കോണം അവനെ സഹായിച്ചത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും പരീക്ഷകളും ഒക്കെയും കടന്നു വരുമ്പോൾ അതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ദോഷത്തിനല്ല, പിന്നെയോ നന്മയിലേക്ക് നമ്മെ നയിക്കുവാൻ അത്രേ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, നമ്മെ സജ്ജരാക്കുവാൻ തക്കവണ്ണം ദൈവം ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ അത് മുഖാന്തരം ഒരുക്കുന്നു എന്ന് തിരുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നാം മുമ്പോട്ട് പോകുമ്പോൾ മോശ ചെങ്കടൽ വിഭാഗിക്കുന്നത് ഈ വടിയടിച്ചാണ്. ചെങ്കടലിലൂടെ ജനത്തെ നയിക്കുന്നതും അപ്രകാരമാണ്. തുറന്ന് മരുഭൂമിയിലൂടെ യാത്രയിൽ വെള്ളമില്ലാതെ വരുമ്പോൾ പാറയടിക്കുന്നതും ഈ വടി കൊണ്ടാണ്. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര മോശയുടെ കയ്യിലിരുന്ന വടിമൂലം സർവശക്തനാകുന്ന ദൈവം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അതോടൊപ്പം തന്നെ 430 വർഷക്കാലത്തെ അടിമത്തത്തിൽ കഴിയുന്ന ഈ ജനതയ്ക്കും ദൈവം ആരെന്ന് ബോധ്യപ്പെടുവാൻ, ഈ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം ഈ വടിയിലൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ, ചെറുതാകാം വലുതാകാം, നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയുക്തമാക്കുവാൻ ദൈവം നമ്മെ സജ്ജരാക്കട്ടെ. അതിനുള്ളൊരു സമർപ്പണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.